ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ്റെ വിവിധ ഘടക സംഘടനകളെ അഫിലിയേറ്റുകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, നേതാക്കളെ, ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സഖാവ് ഷിമിത്ത്, അദ്ദേഹം ഓൾ ഇന്ത്യ സീനിയർ വൈസ് പ്രസിഡൻ്റാണ് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ്റെ. അതുപോലെ തന്നെ സഞ്ജയൻ സാറുണ്ട്, ജില്ലാ സെക്രട്ടറി വിനു സജീവ് സാറുണ്ട്, അതുപോലെ ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല, എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസിന് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് ഇന്ന് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഈ ധർണ സമരം അത് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വളരെയധികം അഭിമാനം തോന്നുന്നു. ഇവിടെ എനിക്കറിയില്ല എത്ര പേര് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സഖാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. എന്നാലും ഒരാളെങ്കിലും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ റീജിയണൽ ഓഫീസിൻ്റെയോ നിങ്ങളുടെ ബാങ്കിന് മുന്നിലോ ഇറങ്ങി വന്ന് മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറാണെങ്കിൽ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ സഖാക്കൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് 2 ആണ്ട് തികയുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ സമരവുമായി ഈ റീജിയണൽ ഓഫീസിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി, വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഓരോ നേതാവും, ഓരോ സഖാവും ഇവിടെ വന്ന് കൊടി ഉയർത്തിപ്പിടിച്ച് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളായി തന്നെ ഞങ്ങൾ ഇവിടെ വന്നു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ആരും കരുതണ്ട ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അംഗത്വം വളരെ കുറവാണെന്ന്. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളാണ് എന്ന് തന്നെ വളരെ ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങൾ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളതാണ്. ചോദിക്കുമായിരിക്കും, ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ റീജിയണൽ മാനേജ്മെന്റ് ഒക്കെ ചോദിക്കുമായിരിക്കും, അതൊക്കെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മളെല്ലാവരും സഹമനുഷ്യരാണ്, സഹജീവികളാണ്. ആ സഹജീവികൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ മാനുഷിക മൂല്യങ്ങൾ തകർക്കുന്ന നിലയിൽ മാനുഷിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് കരഞ്ഞ് ഉറച്ചൊച്ച വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം നമുക്കും നശിച്ചു പോവുകയാണ്, അല്ലേ? അങ്ങനെയാണ്, സ്വാഭാവികമാണ് കേട്ടോ. മനുഷ്യരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്നും കാലഹരണപ്പെട്ടിട്ടില്ലാത്ത മാനുഷിക മൂല്യങ്ങൾ മനസ്സിന്റെ എവിടെയെങ്കിലുമൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഈ സമരം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല, മനുഷ്യർക്കാർക്കും പറ്റില്ല. അപ്പോഴാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ സമരത്തെ എങ്ങനെയായിരിക്കും ഏറ്റെടുക്കുന്നത് എന്ന് വളരെ വ്യാകുലതയോടുകൂടി ഈ റീജിയണൽ മാനേജ്മെന്റ് ഒക്കെ കാണുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വർക്ക് ടു റൂൾ ആരംഭിച്ച് ഏതാണ്ട് 7-8 ദിവസം കഴിഞ്ഞു. ഇന്ന് 23-ാം തീയതിയാണ്. 16-ാം തീയതി മുതൽ വർക്ക് ടു റൂളാണ്. വർക്ക് ടു റൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്ട്രാ കോർപ്പറേഷൻ വിഡ്രോ ചെയ്യുകയാണ് എന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ച് 7-ാം നാൾ ഇതുവരെ ഈ റീജിയണൽ ഓഫീസിനോ റീജിയണൽ മാനേജ്മെന്റിനോ തോന്നാത്തൊരു കാര്യം ഇന്ന് തോന്നി. 5 മണിയായപ്പോ എല്ലാവരോടും വിളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ആരും താഴെ ഉണ്ടാവാൻ പാടില്ല, സമരത്തിന് ആരെയും കാണരുത്, നിങ്ങൾ എല്ലാവരും പൊക്കോണം എന്ന് പറയാൻ, അത്രയെങ്കിലും പറയിപ്പിക്കാൻ നെഗറ്റീവായിട്ടാണെങ്കിലും ഈ സമരത്തിന് സാധിച്ചു എന്നുള്ളിടത്താണ് സഖാക്കളെ നമ്മുടെ വിജയം. ഒരു മനുഷ്യനായതുകൊണ്ടല്ല കേട്ടോ അയാളത് പറഞ്ഞത് ഒരു മനുഷ്യനായതുകൊണ്ടല്ല, മനുഷ്യന്റെ തോലിട്ട് വന്ന് നിൽക്കുന്ന ചെന്നായ ആയതുകൊണ്ടാണ് അയാളത് പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ സമരം തകർക്കുക എന്നുള്ളതാണ്. എന്നാൽ നാളെ ഈ റീജിയണൽ മാനേജറുടെ മകളോ മകനോ ഇതുപോലെ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു തൊഴിലിടത്തിൽ അപമാനിക്കപ്പെടുമ്പോൾ, അവർ അടിച്ചമർത്തപ്പെടുമ്പോൾ, അവരുടെ ഡിഗ്നിറ്റി അടിയറ വെക്കേണ്ടി വരുമ്പോൾ ഇവർക്കും തോന്നും ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലല്ലോ എന്ന്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കും വരാം സാർ, ഞങ്ങൾ അപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ. നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ പണിയെടുക്കുന്ന ബ്രാഞ്ചിന്റെ മുമ്പിൽ വന്നു നിന്ന് ഒരു അല്പനേരമെങ്കിലും മുദ്രാവാക്യം വിളിക്കാൻ അന്ന് ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ സമരം നടത്തുമ്പോൾ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന് പറയാനുള്ളത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ചരിത്രം അത് വളരെ ചെറിയ വാക്കിൽ രേഖാ മാഡം ഇവിടെ പറഞ്ഞു കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായി സമരം ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ. ഏതാ? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രശ്നങ്ങൾക്ക്
അപ്പെക്സ് സംഘടനകൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ സമരങ്ങളിലും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ പങ്കെടുത്തു. 5 ഡേ ബാങ്കിങ്ങിന്റെ സമരത്തിലും പങ്കെടുത്തു. അങ്ങനെയല്ല ആ ഒരു ചരിത്രം നമ്മൾ കാണേണ്ടത്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഓഫീസേഴ്സും എല്ലാവരും വളരെ രമ്യതയിൽ വളരെ സന്തോഷത്തോടു കൂടി സഹവസിച്ചു പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഈ വന്നു നിന്ന് സംസാരിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്, സഖാവ് എബ്രഹാം ഷാജി. അദ്ദേഹമാണ് ഈ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷനെ വർഷങ്ങളോളം നയിച്ചത്. അഭിമാനത്തോടുകൂടി നമ്മൾ അന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. എന്താ കാരണം? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളും. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഓഫീസേഴ്സിന്റെ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം കൊണ്ട് മുഖരിതമായിരുന്നു ഓരോ പ്രതിഷേധവും ഓരോ പ്രകടനവും. നമ്മളെല്ലാം കൊതിയോടുകൂടി ഒരല്പസമയമെങ്കിലും നോക്കിയിട്ടുണ്ട് സംഘടനാപരമായി ഇത്രയും ആർജവത്തോടുകൂടി ശക്തിയോടുകൂടി അവിടെ വന്നു നിൽക്കുന്ന ഓഫീസേഴ്സിന്റെ അറ്റൻഡൻസ് എടുത്തുകൊണ്ട് അവരെ എല്ലാവരെയും അത്രയ്ക്ക് സ്നേഹത്തോടുകൂടി കമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടനാ നേതൃത്വമായിരുന്നു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു നേതൃത്വം അർഹതപ്പെട്ട കൈകളിലല്ലാതെ വേറെ ഒരാളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു സംഘടന നശിക്കും എന്നുള്ളതിന്റെ പാഠപുസ്തകമാണ് ഇന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ. എന്തുകൊണ്ടാണ് ഈ സംഘടന ഇങ്ങനെ ആയത്? അതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല കേട്ടോ, ഇതൊരു എവല്യൂഷനാണ്. നമ്മളെല്ലാം ഈ പറയുന്ന വ്യവസ്ഥിതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നൈതികത നമ്മളെല്ലാവരും ഇന്ന് വളരെ എന്താ പറയുക, നമ്മൾ അത്രയും കോൺഷ്യസ് ആയിട്ടല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നൈതികതയാണ്, ഈ ഒരു കാലത്തിന്റെ നൈതികതയാണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിൽ വിശ്വസിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഘടന. സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, ബാങ്കിന്റെ പേരെടുത്ത് വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെടുത്ത് വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ എന്തൊക്കെയോ കോണുകളിൽ നിന്ന് നമ്മുടെ ചെവികളിലേക്ക് ഇറ്റിച്ചു തരുന്ന ചില ഉപദേശങ്ങൾ, ആ പീസ് ഓഫ് വിസ്ഡം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ പീസ് ഓഫ് വിസ്ഡം മനസ്സിൽ കൊണ്ടു നടന്ന് താലോലിച്ച് ഇത് കാലത്തിന്റെ നൈതികത ഇതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ചോർന്നു പോകുന്ന സംഘടനാ ശക്തി ആ ചോർച്ച അനുഭവിക്കാതെ അറിയാതെ ഏറ്റവും ഒടുവിൽ നമ്മൾ എല്ലാവരും നഗ്നപാതരായി ചുടുവെയിലത്ത് ഈ സമര തീച്ചൂളയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് താങ്ങും തണലുമായി നിന്ന സംഘടനയുടെ ശക്തിയൊക്കെ ഒരുപാട് ശോഷിച്ചു പോയി. ഒരു ഉദാഹരണം പറയാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷനിൽ ഒരു ഇലക്ഷൻ ഉണ്ടായി. കഴിഞ്ഞ ഇടയിൽ ഒരു ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വിജയിച്ച ഒരു നേതൃത്വമാണ് ഇന്ന് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ സമരം എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന്റെ ഉത്തരവാണ് ആ ഇലക്ഷനും ആ തിരഞ്ഞെടുപ്പും. ആ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ആ സഖാക്കളും. അതാണ് അതിനുള്ള ഉത്തരം. നിലവിലുള്ള ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അവരുടെ പാനലിനെയും തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓരോ ഓഫീസർമാരും അവരുടെ മാൻഡേറ്റ് കൊടുത്തത് ഈ സംഘടനാ നേതാക്കൾക്കാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് ഈ സമരം നടക്കുമ്പോൾ ആ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പഴയ ജനറൽ സെക്രട്ടറി എവിടെ? പഴയ പ്രസിഡന്റ് എവിടെ? മനസ്സിലാക്കണം കേട്ടോ. ഈ സമരത്തിന്റെ നോട്ടീസ് കൊടുത്ത അന്ന് തന്നെ അവര് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന രൂപീകരിച്ച് ഇവർക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷനെതിരെ ക്യാമ്പയിൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കണം ഇവർ എത്രമാത്രം അടിമപ്പെട്ട് ജീവിച്ചവരാണെന്ന്. ബാങ്കിന് ഈ സംഘടനയെ കൊണ്ട് മാനേജ്മെന്റിന്റെ കാൽ കീഴിൽ അടിയറ വെച്ച് ആ കാല് നക്കി കൊടുത്തവരാണ് ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷനിലെ പഴയ ഞാൻ പേരൊന്നും ഇവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് അധിക്ഷേപം സഹിക്കേണ്ടവരാണ്, അതിന് അർഹതപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ മാന്യത, നമുക്കൊരു മാന്യത ഇപ്പോഴും ഉണ്ടല്ലോ, അത് കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്നത് കൊണ്ട് ഞാൻ പേരെടുത്തവരെ വിമർശിക്കുന്നു. ഈ സംഘടനയെ തല ഉയർത്തിപ്പിടിച്ച് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓഫീസേഴ്സിന് താങ്ങും തണലുമായി നിന്ന ഈ സംഘടനയുടെ ഓരോ ശിഖരങ്ങളും മാനേജ്മെന്റ് വെട്ടുമ്പോൾ അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കേണപേക്ഷിച്ച് കിടന്ന് കരഞ്ഞവരാണ് ഈ സംഘടനയിലെ പഴയ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും. അവരിന്ന് ഈ സമരത്തിന് സ്ട്രൈക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ ആ സംഘടനയിൽ പോലും നിൽക്കാതെ മാനേജ്മെന്റിനോടുള്ള വിധേയത്വം ഉറക്കെ പ്രഖ്യാപിച്ച് ഇതൊന്നും പോരാഞ്ഞ് ഞങ്ങൾ വിനീത വിധേയരാണ്, ഞങ്ങൾ അങ്ങയുടെ അടിമയാണ് എന്ന് പറഞ്ഞ് മതിയാവാതെ
അവർ ഈ സംഘടനയുടെ അംഗത്വം പോലും രാജിവെച്ച് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷനിൽ നിന്ന് പുറത്തുപോയി പുതിയ സംഘടന ഉണ്ടാക്കി ഇന്ന് ഈ സമരത്തിനെതിരെയും ഈ അസോസിയേഷനെതിരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്ത് നീചമാണല്ലോ. മാനേജ്മെന്റ് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ. ഏറ്റവും വലിയ ശത്രു നമുക്കിടയിൽ തന്നെ ഇതുപോലെ ജീവിക്കുന്ന അസുരന്മാരാണ്. നമ്മൾ ഒരിക്കൽ കരുതും ഇവരെല്ലാം നമ്മുടെ നേതാക്കന്മാരായിരുന്നു, നമുക്ക് വേണ്ടി അവരെല്ലാം ഘോരം വാദിക്കുകയാണ്, നമുക്ക് വേണ്ടി അവരെല്ലാവരും വെയിലും ഈ കാണുന്ന മഴയും വെയിലും എല്ലാം ഏറ്റ് നമുക്ക് വേണ്ടി ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്ന നേതാക്കന്മാരാണ് ഇന്ന് അവരുടെ തനി നിറം പുറത്ത് കാണിച്ചുകൊണ്ട് മറ്റ് സംഘടനകളിലേക്ക് പോയി മാനേജ്മെന്റിന്റെ പിണിയാളുകളായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ചു പേര്, അത് നമ്മൾ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ നമ്മുടെ എല്ലാം തൊഴിലിടങ്ങളിൽ ഉള്ളതുപോലെ വളരെ ഔദ്യോഗികമായി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. അവിടെ നടക്കുന്നത് അറും കൊലയാണ്. അറും കൊല ഓഫീസർമാരുടെയും ക്ലറിക്കൽ സ്റ്റാഫിന്റെയും ഉൾപ്പെടെ ചോര വീണ് തണുത്ത തൊഴിലിടമാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഓരോ ശാഖയും ഇന്ന് നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഈ റീജിയണൽ ഓഫീസ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാം, ഈ ബാങ്കിലെ ഓഫീസർമാരുടെയും അവാർഡ് സ്റ്റാഫിന്റെയും ചോര വീണ് തണുത്ത തൊഴിലിടങ്ങളാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഓരോ ശാഖയും ഈ റീജിയണൽ ഓഫീസും. അത് പറയാനൊരു കാരണമുണ്ട്. അവിടെ നടക്കുന്നത് തൊഴിൽ തർക്കമല്ല കേട്ടോ. ഒരു തൊഴിൽ തർക്കത്തിന്റെ പേരിലല്ല നമ്മൾ ഇന്ന് ഈ കൊടിയും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെ മനുഷ്യരായി അംഗീകരിക്കണമെന്ന് പറയുന്നത്, മനുഷ്യരായി അംഗീകരിക്കണം. ഇന്ന് രാവിലെ ഞാനിവിടെ പ്രസംഗിക്കുന്നുവെന്ന് കേട്ടിട്ട് ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. ആ സന്ദേശം എന്താണെന്നറിയാമോ? ഒരു വാട്സാപ്പിലെ സ്ക്രീൻഷോട്ടാണ്. ആ വാട്സാപ്പിലെ സ്ക്രീൻഷോട്ടിൽ ഒരു ബ്രാഞ്ച് മാനേജർ 58ഓളം ഓഫീസർമാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നലെ 58ഓളം ഓഫീസർമാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കോൺഫറൻസിംഗ് തുടങ്ങുന്നു രാത്രി 7 മണിക്ക്. 7:30 മണിക്ക് ആ ഓഫീസർ റീജിയണൽ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനയച്ച സന്ദേശം. ആ സന്ദേശത്തിന്റെ ആദ്യത്തെ സന്ദേശം തുടങ്ങുന്നത് ഒരു ഫോട്ടോയാണ്. ചോര പുരണ്ട വെള്ള വസ്ത്രം, അതാ ഫോട്ടോ. ആ ചോര പുരണ്ട വെള്ള വസ്ത്രത്തിന്റെ പടം അയച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പറയുക, സാർ എന്റെ മൂക്കിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയാണ്, എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല, മറ്റൊരു ബ്രാഞ്ചിനെ സാർ ഇപ്പൊ വിളിക്കാമോ എന്ന് 7:30 മണിക്കൊരു ബ്രാഞ്ചിൽ ഇരുന്നത് പറയേണ്ടി വരുന്ന ബ്രാഞ്ച് മാനേജർ അവൻ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് മാത്രമല്ല, അവിടെ സംസാരിക്കാൻ പറ്റില്ല, ശബ്ദിക്കാൻ പറ്റില്ല, ഉറക്കെ ഒന്ന് ചിരിക്കാൻ പറ്റില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഇന്ന് തീരുമാനിക്കുന്നത് മാനേജ്മെന്റാണ്. നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം, നിങ്ങൾ എങ്ങനെ ചിരിക്കണം, നിങ്ങൾ എങ്ങനെ ഇരിക്കണം എന്നെല്ലാം അവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ്. കഴിഞ്ഞ 2.5-3 വർഷത്തോളമായി ഈ മാനേജ്മെന്റിന്റെ പേക്കൂത്ത് തുടങ്ങിയിട്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ പേക്കൂത്ത് എന്ന് വേണം പറയാൻ. ഇന്നത്തെ MD-യും അവരുടെ കുറെ പിണിയാളുകളും കൂടെ ചേർന്ന് മനുഷ്യത്വം മരവിച്ചു പോകുന്ന, കേട്ടുകഴിഞ്ഞാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പ്രതികാര നടപടികളാണ് ഇവിടുത്തെ ഓഫീസർമാരോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓരോ ശാഖയിലെയും ഓഫീസർമാർ പണി നിർത്തി പോകുന്നത് രാത്രി 9 മണിക്കാട്ടോ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എല്ലാ ദിവസവും രാത്രി 9 മണി വരെ പണിയെടുത്തിട്ടാണ് ഒരു ഓഫീസർ വീട്ടിലേക്ക് പോകുന്നത്. രാവിലെ 9:30 മണിക്ക് ബാങ്കിലെത്തണം. രാവിലെ 9:30 മണിക്ക് ബാങ്കിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ബയോമെട്രിക് ഉണ്ട്. എന്നാൽ ഇതേ ബയോമെട്രിക് വൈകുന്നേരം ഞെങ്ങില്ല. എന്താ വൈകുന്നേരം ഈ ബയോമെട്രിക് ഞെക്കണ്ടാണ് 5 മണിക്ക്. രാവിലെ 9:30 മണിക്ക് അവൻ ഞെക്കിയാൽ മതി, വൈകുന്നേരം 5:30 മണിക്ക് അവന് ഞെക്കണ്ട. കാരണം എന്താ, അവൻ രാത്രി 9 മണിക്കാണ് പോകുന്നത്. ബയോമെട്രിക്കിന്റെ തന്നെ മടിയാണ് ആ സമയത്തൊക്കെ ഒന്ന് പണിയെടുക്കാൻ. രാത്രി 9:30 മണിക്കാണ് പോകുന്നത്. ബയോമെട്രിക് രാത്രി 9 മണിക്ക് ആ ബയോമെട്രിക്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ഇവർ പുറത്തു പോകുന്നത്. ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന്, സർക്കാർ മിഷനറിക്ക്, മനുഷ്യാവകാശ കമ്മീഷന് ഇവിടെ ഇവരുടെ ബയോമെട്രിക് സംവിധാനം പരിശോധിച്ചാൽ മനസ്സിലാകും അവിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ എന്താണ്. 8 മണിക്കൂർ ജോലി എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒരു തമാശയാണ് കേട്ടോ. അവിടെയൊക്കെ ആളുകളെ കാർക്കിച്ച് തുപ്പും. 8 മണിക്കൂർ ജോലി എന്നൊക്കെ പറഞ്ഞ് അവന്റെ പടിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പും അവൻ. കാരണം അവിടെ 15 മണിക്കൂറാണ് ജോലി.
15 മണിക്കൂർ ജോലി എടുത്ത് കഴിഞ്ഞ് ശനിയാഴ്ചയും ഞായറാഴ്ചയും അവർ പോണം. തിട്ടൂരമാണ്. ഒരു റീജിയണൽ മാനേജർ, തിരുവനന്തപുരത്തെ റീജിയണൽ മാനേജർ, ആ എംബോക്കിയുടെ പേര് ഞാൻ മറന്നുപോയി, അവൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിന്റെയൊക്കെ സ്വാതന്ത്ര്യം എന്റെ ഭിക്ഷയാണെന്നാ പറഞ്ഞത്. യുവർ ഫ്രീഡം ഈസ് അറ്റ് മൈ ലിബർട്ടി. എന്റെ അർത്ഥം എന്താ? നിങ്ങൾ കുടുംബത്തോടൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന് അവൻ തീരുമാനിക്കുന്നു. നാളെ അവൻ എന്തെല്ലാം തീരുമാനിക്കും നമ്മുടെ വീട്ടിൽ വന്ന് ആലോചിച്ച് നോക്കിയ. നാളെ അവൻ എന്തെല്ലാം തീരുമാനിക്കും? എന്തൊരു നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറച്ചു പോകും. ഇവന്റെയൊക്കെ വിചാരം ഈ കേരളം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിനകത്താണ് എന്നുള്ളതാണ്. തന്റെ ഇടത്തോടുകൂടി അവനൊക്കെ ഇപ്പൊ ഈ പടി കൂടെ ഇറങ്ങി പോകാൻ പറ്റില്ല. ശരിക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓഫീസർമാരെല്ലാരും കൂടി ഒന്ന് നിവർന്ന് നിന്ന് ഇവനെ ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ പോലും ഇവൻ പേടിച്ചു പോകും. എന്നാൽ അവർക്ക് അതിനുള്ള ധൈര്യമില്ല. കാരണം എന്താ? അങ്ങനെ കണ്ണുരുട്ടിയവരെ എല്ലാവരെയും ഇവർ നിർദാക്ഷിണ്യം വെട്ടി നിരത്തി. അന്ന് ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനുണ്ടായില്ല. സംഘടനാ നേതാക്കൾ തന്നെ ആ ബാങ്കിന്റെ മാനേജ്മെന്റിന്റെ കാലിൽ അടിയറ കൊണ്ടുവച്ചു. അവിടെ നിന്നാകട്ടെ നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ സഖാക്കൾ ഉണ്ടാവില്ല. അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം വെട്ടി നിരത്തപ്പെട്ട, ഭീഷണിക്ക് വിധേയരായി എന്ന് വേണമെങ്കിലും മരണം കാത്തു കഴിയുന്ന കുറെ പേരെയാണ് നമ്മൾ ഇവിടെ മുദ്രാവാക്യം വിളിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ നമ്മുടെ വലിയ പ്രതീക്ഷകളാണ്. പക്ഷെ ഇന്ന് ഈ സമരം കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ കേരളത്തിലെ സഖാക്കളെങ്കിലും നിങ്ങൾ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി വരണം. നിങ്ങൾ ആർജവത്തോടു കൂടി ഞങ്ങളോടൊപ്പം വന്ന് നിൽക്കണം. ഞങ്ങളോടൊപ്പം മുദ്രാവാക്യം വിളിക്കണം. ഞങ്ങളോടൊപ്പം തന്റെ അടുത്തോടു കൂടി വന്ന് നിന്ന് ഇതിനെതിരെ പ്രതിഷേധിക്കണം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ ശക്തി? നമ്മളോട് പറഞ്ഞിട്ടില്ല എത്ര പേരെ കൊണ്ടുവരണമെന്ന്. നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ സമരം എത്രമാത്രം ശക്തമാക്കണമെന്ന്. നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ധർണയുണ്ട്, നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. ജില്ലാ കമ്മിറ്റിയോട് നമ്മൾ സംസ്ഥാന ഫാക്ഷനിൽ നിന്ന് പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചു, ശരി സഹകരിക്കണമെന്ന് പറഞ്ഞു. സഹകരിച്ചേക്കാം. ആ സഹകരണമാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ആ സഹകരണമാണ് നിങ്ങൾ കാണുന്നത്. കുറച്ചുകൂടി ഒന്ന് ഉച്ചത്തിൽ ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഒരൊറ്റ ശാഖയും കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. ഫെയർഫാക്സിന്റെ അധീനതയിലുള്ള CSB ആ ബാങ്ക് ഇവിടെ കേരളത്തിലുടനീളം സമരം ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാ ശാഖകളും അടപ്പിച്ചു. ഫെയർഫാക്സിന് പറ്റിയിട്ടില്ല, പിന്നെയല്ലേ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇതൊക്കെ തോന്നലാണ്, അങ്ങനെ ചെയ്തു കളയാം എന്നുള്ളത്, ആരും ചോദിക്കില്ല എന്നുള്ളത്. തന്റെ ഇടത്തോടുകൂടി നമ്മൾ ആർജവത്തോടുകൂടി വിളിച്ചു പറയണം, ഇനി ഞങ്ങളുടെ സഖാക്കളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ, ഇനി ഞങ്ങളുടെ മാനുഷിക മൂല്യങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ, ഇനി ഞങ്ങളോട് മനുഷ്യത്വമില്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ, നീയൊക്കെ താമസിക്കുന്ന നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ധർണാ സമരം നടത്തും, ഞങ്ങൾ പ്രക്ഷോഭ സമരം നയിക്കുമെന്ന് ആർജവത്തോടുകൂടി പറയാൻ പറ്റണം നമ്മുടെ സംഘടനയ്ക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പഠിക്കൂ. കാരണം അത്രയ്ക്ക് മ്ലേച്ഛമായ രീതിയിലാണ് ബാങ്കിലെ ജീവനക്കാരോട് പെരുമാറുന്നത്. രാത്രി 7:30 മണിക്കും 8 മണിക്കും ഒക്കെ ബ്രാഞ്ചിൽ ഇരിക്കുന്നവരോട് വളരെ അപമാനിച്ചുകൊണ്ട് അവർക്ക് ലീവ് കൊടുക്കാതെ ഒരു കാഷ്വൽ ലീവ് ഡിനൈ ചെയ്യുക. കാഷ്വൽ ലീവ് ഡിനൈ ചെയ്തതിനു ശേഷം എവിടെ പോയി എന്നവനൊക്കെ കടലാസ് കൊടുക്കണം, അതിനുള്ള തെളിവ് കൊടുക്കണം. ഏതാ കാഷ്വൽ ലീവ്? നമ്മളൊക്കെ സമരത്തിന്റെ ചരിത്രം ബാങ്ക് ജീവനക്കാർ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളൊക്കെ ആദ്യം സമരം ചെയ്തു തുടങ്ങിയത് ഒരു കാഷ്വൽ ലീവിന് വേണ്ടിയാണ്. ഏത് കാലഘട്ടത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അന്ന് ഈ ബാങ്ക് ജീവനക്കാരെല്ലാം സംഘടിതരായപ്പോൾ അതിനുള്ള കാരണം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നില്ല, കാഷ്വൽ ലീവ് കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അത്രയ്ക്ക് വൈകൃതം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കൊളോണിയൽ ഇറയിലേക്ക്, ആ കൊളോണിയൽ സംസ്കാരത്തിലേക്ക് ഈ രാജ്യത്തെ ബാങ്ക് ജീവനക്കാരെയും ഈ രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തെയും വലിച്ചഴച്ചു കൊണ്ടുപോകാം എന്നുള്ള ധാർഷ്ട്യമാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജ്മെന്റിന്. ആ ധാർഷ്ട്യം നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരാളെങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കാനുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ കൊടിയും പിടിച്ച് ഈ സമരത്തിൽ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സഖാക്കളെ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇന്ന് നിങ്ങൾ ഒരാൾ ഉണ്ടായാൽ മതി, ഞങ്ങൾ ഈ സമരം വിജയിപ്പിക്കും. എത്ര പരിശ്രമിക്കേണ്ടി വന്നിട്ടാണെങ്കിലും ശരി, എത്രയൊക്കെ വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടാണെങ്കിലും ശരി. ഇന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നടക്കുന്നത്, നമ്മൾ ഓരോ തവണയും സമരം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ 11 വർഷമായി ഈ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ വേദികളിൽ പ്രസംഗിക്കുന്നു. ധനലക്ഷ്മി ബാങ്കിന്റെ സഖാവ് മോഹനെ പിരിച്ചുവിട്ട സമയം 2014 മുതൽ നമ്മൾ വളരെ സജീവമായി ഈ സമര രംഗത്തുണ്ട്. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ സമരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്.
കാത്തലിക് സിറിയൻ ബാങ്ക്, ഇന്ന് CSB ബാങ്ക്, 1000-ഓളം IB ഓഫീസേഴ്സ് ഉണ്ടായിരുന്ന ആ ബാങ്കിൽ ഇന്ന് 10ാം ഉഭയകക്ഷി കരാർ നടത്തുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇന്നും രാജിവെച്ചു പോകാതെ, പിരിഞ്ഞു പോകാതെ പിടിച്ചു നിൽക്കുന്ന ഏതോ 300-380 ഓഫീസേഴ്സ് മാത്രമേ ഇനി കാത്തലിക് സിറിയൻ ബാങ്ക് CSB ബാങ്കിൽ ഉള്ളൂ കേട്ടോ. ആ CSB ബാങ്കിനെ അവർ നശിപ്പിച്ചു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓഫീസർമാർക്കൊക്കെ ഇപ്പം അവരുടെ ഫോട്ടോ പതിച്ച QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എയർപോർട്ടിലെ ലോഞ്ചിൽ പോയാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവനം എടുക്കാൻ ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകളുടെ ഓഫീസുകളിൽ പോയാലോ, മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ പോയാലോ, അവരുടെ ഗൂഗിളിന്റെ ഒരു QR കോഡ് അവർ സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ റിവ്യൂ ഇടാൻ പറയും. ഇവിടെ നിങ്ങൾ റിവ്യൂ ചെയ്യേണ്ടത് ഓരോ ഓഫീസർമാരെയുമാണ്. എന്തൊക്കെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളിയുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓഫീസർമാരുടെ അഭിമാനം, അവരുടെയൊക്കെ മാനം ഈ പറയുന്ന തെരുവിൽ വച്ചുവാണിപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജ്മെന്റ്. പറയാതെ പറ്റില്ല, വച്ചുവാണിപം നടത്തുകയാണ്. കാരണം അത്രയ്ക്ക് നികൃഷ്ടമായ രീതിയിലാണ് ഇവനൊക്കെ ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കേട്ടു, പ്രൊബേഷൻ ഓൺ പ്രൊമോഷൻ ക്ലോസ്. എന്താ പ്രൊബേഷൻ ഓൺ പ്രൊമോഷൻ ക്ലോസ് എന്നറിയാമോ? ഇന്ന് പരീക്ഷ എഴുതി ഒരു സ്കെയിൽ 1 ഉദ്യോഗസ്ഥൻ സ്കെയിൽ 2 ആയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ 1 വർഷം പ്രൊബേഷനിൽ ഇരുത്തും, നിനക്ക് ഞാൻ സ്കെയിൽ 2ന്റെ ശമ്പളം തരും. പക്ഷെ അതിനുശേഷം 1 വർഷത്തെ നിന്റെ പെർഫോമൻസ് നോക്കിയതിനു ശേഷം സ്കെയിൽ 2 എന്ന കേഡറിൽ സ്ഥിരപ്പെടുത്തണോ വേണ്ടയോ എന്ന് ബാങ്ക് തീരുമാനിക്കും എന്നാണ് ഇപ്പോഴത്തെ പുതിയ പ്രൊബേഷൻ ഓൺ പ്രൊമോഷൻ ക്ലോസ്. ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഡിസിപ്ലിൻ ആൻഡ് അപ്പീൽ റെഗുലേഷൻസ് ഇതിനൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാം. ഇതൊക്കെ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് ബോർഡ് അപ്രൂവ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഡിസിപ്ലിൻ ആൻഡ് അപ്പീൽ റെഗുലേഷൻസിൽ ഒരു സ്കെയിലിൽ നിന്ന് താഴേക്ക് ഒരു സ്കെയിലിലേക്ക് അവനെ തരം താത്തണമെങ്കിൽ അതൊരു മേജർ പെനാലിറ്റി ആണെന്നും ആ മേജർ പെനാലിറ്റി കൊടുക്കുന്നതിന് മുമ്പ് ഒരു റെഗുലർ എൻക്വയറി നടത്തണമെന്നും പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പാലിക്കണമെന്നും ഒക്കെ നിയമമുണ്ട്. ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ടെക്നിക്കലി പറയുന്നത് കളറബിൾ എക്സസൈസ് ഓഫ് പവർ എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു നിയമപ്രകാരം ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ മറ്റൊരു നിയമം കൊണ്ടുവന്ന് അത് ചെയ്യുക എന്ന രീതി അത് അവലംബിക്കുന്നതിനെ ടെക്നിക്കലി പറയുന്നത് കളറബിൾ എക്സസൈസ് ഓഫ് പവർ എന്നുള്ളതാണ്. അങ്ങനെ കളറബിൾ എക്സസൈസ് ഓഫ് പവർ കൊണ്ടുവന്ന് ആളുകളെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. സുപ്രീം കോടതി പല വിധികളിൽ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫർ ക്യാൻ നെവർ ബി പ്യൂണിറ്റീവ് എന്ന്. ഒരിക്കലും ട്രാൻസ്ഫർ ഒരു ശിക്ഷാ നടപടിയാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഹൈക്കോർട്ടിൽ ഒരു ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഓഫീസർ പോയപ്പോൾ അതേ വിധിന്യായം തന്നെ ആ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഓഫീസർക്ക് ഇവിടുത്തെ ഹൈക്കോടതി കൊടുക്കുകയുണ്ടായി. എന്താ? നിങ്ങൾക്ക് മെമ്മോ തന്നിട്ടുണ്ട്. ആ മെമ്മോ തന്നതിന് ശേഷം നിങ്ങളെ സ്ഥലം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മാറ്റം പ്യൂണിറ്റീവ് ആണ്, അതൊരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം മാറ്റം അത് ന്യായമല്ല എന്ന് പറഞ്ഞ സ്ഥലം മാറ്റം ക്യാൻസൽ ചെയ്തു. ഇവരെന്താ ചെയ്തത്? ഇവർ മറ്റൊരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി ഈ ബെഞ്ചിന്റെ ഓർഡർ അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിന്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ തേടി. ആ അഡ്വക്കേറ്റ് പറഞ്ഞു, ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ, കാശ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് അതൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ആ അഡ്വക്കേറ്റ് പറഞ്ഞു, ഇനി ഈ ഓർഡർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, ഇനി ഇവനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഇവനെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെതിരെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എടുക്കാം. ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒരു 6 മാസം കഴിയുമല്ലോ. ആ 6 മാസത്തേക്ക് അവനെ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് ചെയ്യുമ്പോൾ അവന്റെ വേക്കൻസിയിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ പോസ്റ്റ് ചെയ്യണമല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരു ഓഫീസറെ പോസ്റ്റ് ചെയ്യാം. 6 മാസം കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ഒരു പെനാലിറ്റി കൊടുത്ത് അവനെ തിരിച്ചെടുത്തിട്ട് അവനെ ഉഗാണ്ടയിലേക്കോ ഗുവാഹട്ടിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് അവനോട് പറയുക, നീ നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരാളെ പോസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇനി വേക്കൻസി ഇവിടെ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന് അറിയാമോ ബാങ്കിൽ എവിടെയാ വേക്കൻസി? ബാങ്കിലെ വേക്കൻസി എവിടെയാണ് ഈ ഇരിക്കുന്ന എംഒക്കെങ്കിലും അറിയാം? ആർക്കും അറിയില്ല. ബാങ്കിൽ വേക്കൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഇന്ന് റീജിയണൽ മാനേജർ തീരുമാനിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഈ മെയിൻ ബ്രാഞ്ചിൽ 5 വേക്കൻസി ആണെന്ന് പറഞ്ഞാൽ 5. അവൻ നാളെ രാവിലെ പറയും 4. ഇത്രേ ഉള്ളൂ. അതല്ലാതെ ക്ലർക്കിനെ പോലെയോ അവാർഡ് സ്റ്റാഫിനെ പോലെയോ ഒരു ബാങ്കിലും ഒരു ശാഖയിലും കൃത്യമായി വേക്കൻസി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ഇവനൊക്കെ സൗകര്യത്തിനനുസരിച്ചാണ് വേക്കൻസി നിർണ്ണയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ പോലും ആലോചിച്ച് നോക്കണം കേട്ടോ. ഭരണഘടനാപരമായി ഒരു റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉള്ള, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഭരണഘടനാപരമായി കോടതികളെ പോലും വഞ്ചിച്ചുകൊണ്ട് ഈ ബാങ്കിൽ ഇത്രയും അധമരായി വിലസിക്കൊണ്ടിരിക്കുക ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജ്മെന്റ്. കോടതിയിൽ പോലും ഒരു മനുഷ്യൻ, ഒരു ഓഫീസർക്ക് രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ തെരുവിലല്ലേ കാണാൻ പറ്റുന്നത്? അതല്ല നമ്മുടെ അടുത്ത് എന്താ വഴി? നമ്മളെന്താ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ സമരം ചെയ്ത് ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പൂട്ടിക്കാനാണോ നമ്മൾ പോകുന്നത്? അല്ല. എത്രയോ കാലങ്ങളായി PLA കിട്ടിയിട്ടില്ല അവർക്ക്. ഇത്തവണ അവർ PLA കൊടുത്തു. ഈ PLA കൊടുക്കുമ്പോൾ ഓരോ ഓഫീസർമാരുടെയും അക്കൗണ്ടിൽ വരുന്ന PLA പൈസയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് കേട്ടോ.
ഇവിടെ എല്ലാം ഇരിക്കുന്ന ഓഫീസർമാരുടെ കണ്ണീരും കയ്യുമാണ് ആ PLA വന്നിരിക്കുന്ന പണം മുഴുവനും. കാരണം ഇവരാരും അവന്റെ അച്ഛനെയോ അമ്മയോ കാണുന്നില്ല. ഈ ഓഫീസർമാരും അവരുടെ മക്കളെ താലോലിക്കുന്നില്ല. ഇവരാരും സൂര്യനെ കാണുന്നില്ല. ഇതൊന്നുമില്ല. എന്നിട്ട് പൈസ കൊടുക്കുക. പൈസ കൊടുത്തിട്ട് പറയാം എൻജോയ്. എന്ത് എൻജോയ്? ഈ നരകത്തിന് പുറത്തിറങ്ങിയാലല്ലേ ഇവര് പൈസ ചെലവാക്കാൻ പറ്റൂ. എന്ത് എൻജോയ്? ഒരു എൻജോയും ഇല്ല. ഇവന് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓരോ ഓഫീസറെങ്കിലും ആത്മാഭിമാനത്തോടു കൂടി ആ PLA ക്രെഡിറ്റ് നോക്കി ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തു വേണം? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം നരകത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവന്റെ പിച്ചച്ചട്ടിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾ മാത്രമാണ് ആ PLA. അതല്ലാതെ അതിനെ മറ്റൊരു രീതിയിൽ വിശേഷിപ്പിക്കാനേ പറ്റില്ല. അത്രയ്ക്ക് നീചവും അപഹാസ്യവുമായ രീതിയിലാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ഒരു പൊതുമേഖലാ ബാങ്കിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നും ഇതൊരു സഹകരണ ബാങ്ക് ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ഭംഗിക്ക് അവർ നടത്തിയാണ്. ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ബോർഡിൽ ഒരു MDയും ഹോൾ ടൈം ഡയറക്ടേഴ്സും മാത്രമല്ല കേട്ടോ ഇരിക്കുന്നത്. ഈ രാജ്യത്തെ റെഗുലേറ്റർ എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു നോമിനി ആ ബോർഡിലുണ്ട്. DFSന്റെ ഒരു ഗവൺമെന്റ് ഡയറക്ടർ ആ ബോർഡിലുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡയറക്ടർ, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനിയായ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതിനകത്ത് ഉണ്ടാവും. ഒരു ഷെയർ ഹോൾഡർ ഡയറക്ടർ ഉണ്ടാവും. ഇവരുടെ എല്ലാം കൺമുന്നിലാണ് ഇത്രയും നീചമായ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ, ഈ ബാങ്കിലെ മാനേജ്മെന്റിനെ നീതി പഠിപ്പിക്കാൻ, മനുഷ്യത്വ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ, ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ സൂപ്പർവൈസറി കേഡർ ഓർഗനൈസേഷൻ എന്ന അഭിമാനത്തോടെ പറയുന്ന ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പരാജയമായി പോകും. കാരണം ഇപ്പോഴെങ്കിലും നമുക്ക് ഇവരെയൊക്കെ നീതി എന്താണ്, ന്യായം എന്താണ് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സമരം ശക്തമാണ്. എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഓഫീസർമാർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടരുത്. കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ രാജ്യത്ത് നീതി പുലർന്നിട്ടുള്ളത്. ഒരാളെങ്കിലും സമരം ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ എതിരെ ഒരു ശബ്ദമുയരൂ. അവരോടൊപ്പം മാത്രമേ മറ്റുള്ളവൻ അണിചേരാൻ പറ്റൂ. സമരം ഒരു വലിയ തണലാണ് കേട്ടോ. നാളെ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഇതുപോലെയൊക്കെ അഭിമാനം പണയം വെച്ചൊരു ബാങ്കിൽ പണിയെടുക്കേണ്ടി വരരുതേ എന്ന് നിങ്ങൾക്ക് ഒരല്പമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ സമരത്തെ പിന്തുണയ്ക്കണം. എവിടെയെല്ലാം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ സമരം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഒരു 5 പേരെങ്കിലും നമ്മൾ നമ്മുടേതായി പറഞ്ഞു വിടണം. അവരോടൊപ്പം ഒന്ന് ചെന്ന് നിന്ന് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കാൻ പറയണം. അത്രയുമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മളെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരല്പനേരം പോയി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടുകൂടി കണ്ണടച്ച് കിടന്നുറങ്ങാൻ പറ്റൂ. കാരണം അത്രയ്ക്ക് ദയനീയമാണ് അവസ്ഥ. മലപ്പുറത്ത് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ ഞങ്ങൾ രണ്ടുപേരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. സമ്മേളനം 6:45 അത് കുറച്ച് വൈകും എന്ന് ആ ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ബോർഡ് കണ്ടു. ഞങ്ങൾ ആ ബാങ്കിലേക്ക് കയറി. ഞങ്ങളെ അവർക്ക് പരിചയമില്ലായിരുന്നു. ഞങ്ങളെ പരിചയപ്പെടുത്തി. പേര് കേട്ടപ്പോൾ അവർക്ക് ഞങ്ങളെ മനസ്സിലായി. അവര് 2 ഓഫീസേഴ്സ് മാത്രമാണ് ആ ബ്രാഞ്ചിൽ 7 മണി വരെ ഉണ്ടായിരുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞങ്ങളെ കണ്ടപ്പോൾ അവർ ചിരിച്ചു, സംസാരിച്ചു. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് പഠിച്ച് അവരോടെല്ലാം സംസാരിച്ച് ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ 2 പേരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു എന്തോ ഒരു താങ്ങ്. അവരോടൊന്നും ആരും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അവരോട് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. കാരണം അത്രയ്ക്ക് ഗതി പിടിക്കാത്തൊരു തൊഴിലിടമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അത്രയ്ക്ക് അസുരന്മാരായി മാറിയിരിക്കുകയാണ് ഈ ബാങ്കിലുള്ള ഓരോ റീജിയണൽ മാനേജർ. വിരലിൽ എണ്ണാവുന്ന 1-2 റീജിയണൽ ഓഫീസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ മനുഷ്യൻ എന്ന് പറയാൻ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു റീജിയണൽ മാനേജർ ഉള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം അസുരന്മാരായിരിക്കുന്നത്. എന്റെ ദയയാണ് നിന്റെയൊക്കെ കുടുംബജീവിതം എന്ന് പറയാൻ ധാർഷ്ട്യം കാണിക്കുന്നവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? നടു റോട്ടിലിട്ട് തല്ലണോ ഞാൻ? അതല്ലാതെ പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു പൊതുമേഖലാ ബാങ്കിൽ ഇരുന്നാണ് അവനൊക്കെ അത് പറയുന്നത്. അവനൊക്കെ ഈ കോർട്ടിനകത്ത് കയറുമ്പോഴെങ്കിലും അവൻ ആലോചിക്കണ്ടേ ഞാനൊരു എക്സിക്യൂട്ടീവ് ആണ്. ഇവനൊക്കെ മീൻ മാർക്കറ്റിൽ പോയിരുന്ന് മീൻ വിറ്റൂടെ? ഈ കോട്ടൊക്കെ ഇട്ടിട്ട് അവരൊക്കെ മീൻ മാർക്കറ്റിൽ പോയിരുന്ന് മീൻ വിറ്റൂടെ? കാരണം അതിന് അവിടെ ഇരിക്കുന്നവർക്ക് ഇതിനേക്കാളും നല്ല അന്തസ്സുണ്ട് കേട്ടോ. കാരണം അവിടെ ഇരിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. A man is part DNA, part unknown, part what he sees in his life എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചു ഭാഗം അവന്റെ ജീനാണ്, കുറച്ചു ഭാഗം അവന്റെ മനസ്സാണ്, ബാക്കി അൺനോൺ ആണ്, ബാക്കി നമുക്കറിയില്ല, ഏതോ ഒരു ശക്തിയാണ്.
അങ്ങനെ ജീവിച്ചു വന്ന, തെരുവിൽ ജീവിച്ചു വന്നവർക്ക് പോലും ഇതിനേക്കാളും അന്തസ്സും അഭിമാനവും സ്നേഹവും കരുണയും കരുതലും ഉണ്ടാകും. ഒരു സഹജീവിയോട് കരുതെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കാണിക്കുമെന്ന്. 16-ാം തീയതി മുതൽ 7 ദിവസം രാത്രി 8 മണി വരെ 9 മണി വരെ ഈ കൂടിനകത്ത് പിടിച്ചിരുത്തി ആ റീജിയണൽ മാനേജർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറയുക, ഒരൊറ്റ ഒരുത്തൻ ഇവിടെ ഉണ്ടാവരുത്, ഇന്ന് നിങ്ങൾ എല്ലാവരും നേരത്തെ വീട്ടിൽ പൊക്കോളെ. എന്തുമാത്രം ഭയമുണ്ട്. അതെ, ഇപ്പൊ പറയാ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടെ 2 പോലീസുകാരെ വെച്ചിട്ടുണ്ട്, നമ്മളെന്താ കൊല്ലാൻ പോവാ, അല്ല ബോംബ് തൂക്കാൻ വന്നത്? അല്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയോ നേരത്തെ ഇതൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലുമൊക്കെ മനുഷ്യപാമ്പുകൾ ഇതിനകത്ത് വന്ന് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം അത്രയ്ക്ക് നീചമായിട്ടാണ് ഇവിടുത്തെ ഓഫീസർമാരോട് പെരുമാറുന്നത്. ഇവിടെ CSB ബാങ്കിന്റെ സമരം നടക്കുമ്പോൾ ഏതാണ്ട് 12ഓളം ജില്ലകളിൽ സംസ്ഥാന സെക്രട്ടറി ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ എന്ന പേരിൽ കേസ് കൊടുത്തു. ഇപ്പോഴും നിലവിലുണ്ട് കേട്ടോ. സംസ്ഥാന സെക്രട്ടറി, അതായത് എനിക്കെതിരെ 12ഓളം ക്രിമിനൽ കേസുകൾ ഇന്ന് ഈ കേരളത്തിലെ 12ഓളം ജില്ലകളിൽ നിലവിലുണ്ട്. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ സമരം നടന്നു. നമ്മൾക്കൊന്നും അങ്ങനെ ഭയമൊന്നുമില്ല. കേസ് കൊടുക്കട്ടെ. ഒരു സമരമാകുമ്പോഴത്തേക്ക് കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ എത്ര സംയമനം പാലിച്ചു കഴിഞ്ഞാലും നമുക്കൊക്കെ ചിലപ്പോൾ പിടിവിട്ടു പോകുന്ന ചില അവസരങ്ങൾ ഉണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും ഇതിനൊക്കെ എതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന്. നമ്മളൊക്കെ പ്രതികരിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് മാത്രം ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജ്മെന്റിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഈ രീതിയിലായിരിക്കില്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഈ സമരം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മാനേജ്മെന്റിന്റെ ഫ്രണ്ടിൽ, ഈ ബാങ്കിന്റെ ഫ്രണ്ടിൽ നടത്തുന്ന സമരം ഞങ്ങൾക്ക് നിങ്ങളൊക്കെ താമസിക്കുന്ന വീടിന്റെ മുന്നിൽ, നിങ്ങളുടെയൊക്കെ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ നിന്ന് നിങ്ങളൊക്കെ ഈ കാണിക്കുന്ന വൃത്തികേടുകൾ, തോന്നിയവാസങ്ങൾ വിളിച്ചു പറയാൻ കഴിവില്ലെന്നിട്ടല്ല. ഞങ്ങളത് ചെയ്യാത്തത് നിങ്ങളൊക്കെ മനസ്സമാധാനത്തോടു കൂടി കുടുംബത്തോടൊപ്പം ജീവിക്കട്ടെ എന്ന് കരുതിയാണ്. അറ്റ്ലീസ്റ്റ് കുടുംബത്തിലെങ്കിലും നിങ്ങൾക്കൊരു വിലയുണ്ട്. നിങ്ങളൊക്കെ ഈ കാട്ടാള സ്വഭാവം നിങ്ങളുടെ മക്കൾക്കറിയില്ല. നിങ്ങളൊക്കെ ഇത്ര വലിയ കാട്ടാളനാണ് എന്നുള്ളത് നിങ്ങളുടെ ഭാര്യയ്ക്കറിയില്ല. കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ മക്കൾക്കോ അറിയില്ല. നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ഈ വിഷം ഇങ്ങനെയാണെന്ന്, നിങ്ങൾ ചെയ്ത ഓരോ ദുരിതവും, ഞങ്ങൾക്ക് നൽകിയ ഓരോ ദുരിതവും അവിടെയൊക്കെ മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾക്ക് മനുഷ്യത്വമുള്ളത് കൊണ്ട്. 26-ാം തീയതിയും 2-ാം തീയതിയും നടക്കുന്ന സമരത്തിൽ വളരെ ശക്തമായി ആർജവത്തോടുകൂടി പങ്കെടുക്കാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സഖാക്കൾക്കും കഴിയണം. അവരുണ്ടാവണം. അവരുണ്ടെങ്കിൽ ഞങ്ങളും ഉണ്ടാകും. ഇവിടെ കേരളത്തിൽ ഈ സമരം പൂർണ്ണമായും വിജയിപ്പിക്കാൻ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന് കരുത്തുണ്ട്, ശക്തിയുണ്ട്. നിങ്ങൾ ഇനി എത്രയൊക്കെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സഖാക്കളെ ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സമരം പരാജയപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ സമരം നമ്മുടെ ഓരോരുത്തരുടെയും സമരമാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ സഖാക്കളുടെ മാത്രമല്ല, ഇവിടെ പണിയെടുക്കുന്ന ഓരോ തൊഴിലാളിയുടെയും സമരമാണ്. ഇവിടുത്തെ ഗിഗ് വർക്കേഴ്സിന് പോലും, വീട്ടുതൊഴിലെടുക്കുന്നവർക്ക് പോലും ഇത്രയ്ക്ക് ദുരിതം പിടിച്ച ഒരു തൊഴിലിടത്തിൽ, ഇത്രയ്ക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചറിൽ ജീവിക്കേണ്ടി വരുന്നില്ല. ഇന്ന് കേരളത്തിൽ ഇത്രയും പ്രബുദ്ധരായ മനുഷ്യരുള്ള, സഹജീവികളുള്ള ഈ കേരളത്തിലാണ് ഇന്നിവരൊക്കെ ഇത് ചെയ്യുന്നതെങ്കിൽ ഈ കേരളത്തിന്റെ പുറത്ത് എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ കേരളത്തിൽ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഇവർ പുറത്തെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഭീഷണി. ഇപ്പോ ഇത് ചെറിയൊരു സമരമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു തൊഴിൽ തർക്കത്തിന്റെ പേരിൽ സമരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചവരല്ല ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജീവനക്കാർ. അവർ ഭൂമിയോളം താന്ന്, അവർക്ക് സഹിക്കാവുന്നത് മുഴുവൻ സഹിച്ച്, അവരുടെ തലയിൽ കയറി നിന്ന് നൃത്തം ചെയ്യുമ്പോഴും അവർ കുനിഞ്ഞു വണങ്ങി നിന്നതിന് ശേഷം അവസാനം ഞങ്ങൾക്കിനി അടിയറ വെക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് അഭിമാനമില്ല, ഞങ്ങൾക്ക് മാനമില്ല, ഇനി ഞങ്ങൾക്ക് അടിയറ വെക്കാൻ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ കൊടിയും പിടിച്ച് ഈ സമരത്തിന് ഇറങ്ങിയവരാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജീവനുകൾ. ഇനി അവിടെ ബാക്കി നിൽക്കുന്ന ജീവിതങ്ങൾ, ആ ജീവിതങ്ങൾ എത്ര പേരെയാണെന്നറിയാമോ ഇവർ കൊന്നത്? നിങ്ങൾക്ക് പലർക്കും അറിയില്ല. ഒരു ഓഫീസറെ പത്തനംതിട്ടയിൽ നിന്ന് ഒരു സ്ത്രീയെ ട്രാൻസ്ഫർ ചെയ്തു വരും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഈ മാനേജ്മെന്റ്. ആ സ്ത്രീയെ ട്രാൻസ്ഫർ ചെയ്ത് അവരെ തമിഴ്നാട്ടിലേക്ക് അയച്ചു. അവർക്ക് വയ്യായിരുന്നു, അവരുടെ ഭർത്താവിന് വയ്യായിരുന്നു, അവരുടെ ഭർത്താവ് മരിച്ചു. അതിനുശേഷം ആ സ്ത്രീ ലോസ് ഓഫ് പെയിൽ അവരുടെ വീട്ടിൽ വന്നു നിന്നു. അവരുടെ ഭർത്താവിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് ആ മക്കളെ നോക്കാൻ വേണ്ടി ആ സ്ത്രീ ആ വീട്ടിൽ വന്നു നിന്നു. ആ വീട്ടിൽ വന്നു നിന്ന് 6 മാസം അവരെ ദുരിതപ്പെടുത്തി. ഇവര് അവരുടെ ലീവ് ഡിക്ലൈൻ ചെയ്തു, അവരെ ലോസ് ഓഫ് പേ ആക്കി, അവർക്ക് ശമ്പളം കൊടുത്തില്ല. ഒടുവിൽ അവരും മരണത്തിന് കീഴടങ്ങി കേട്ടോ.
ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല. അവരുടെ മകൾ ഇന്നും കേരള വാട്ടർ അതോറിറ്റിയിലെ ഒരു ജീവനക്കാരിയാണ്. ഇന്നും ആ മകൾ ജീവനോടെ ഉണ്ട്. ആ മകളെ ഞാൻ വിളിച്ചു, ആ മകളോട് ഞാൻ സംസാരിച്ചു. ആ മകള് പറഞ്ഞെന്താണെന്നറിയാവോ? സാറേ, അമ്മ പോയി, അച്ഛനും പോയി. ഇനി ഞങ്ങൾക്ക് ആകെ ബാക്കിയുള്ളത് അവർ സമ്പാദിച്ചു വെച്ചിട്ട് പോയ കുറച്ച് പൈസയാണ്. അത് തരേണ്ടത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. അത് ഇവർ തരില്ല. അതുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറയേണ്ടി വരുന്ന ഒരു മകളുടെ ദൈന്യത നിങ്ങൾ മനസ്സിലാക്കണം. നാളെ നിങ്ങൾക്കാണ് ഇത് വരുന്നതെങ്കിൽ, നിങ്ങളുടെ മകളാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് വേണ്ടി വിയർപ്പുഴക്കി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ബാക്കി നീക്കിയിരിപ്പ് പണം തരാൻ ഇവർ വരില്ല, ഞങ്ങൾ ഈ അനീതി വിളിച്ചു പറഞ്ഞാൽ എന്ന് പറയേണ്ടി വരുന്ന ദൈന്യത, അത് ഒരു ബാങ്കിലെന്നല്ല, ഒരു തൊഴിലിടത്തിലെന്നല്ല, മനുഷ്യർ നടത്തുന്ന ഒരു സ്ഥാപനത്തിലും ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല. ഇതുപോലെ കോടാനുകോടി സംഭവങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, റൈറ്റ് ടു ലൈഫിന്റെ നഗ്നമായ ലംഘനമാണ്. ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് അനുശാസിച്ച് നൽകുന്ന, കൽപ്പിച്ച് നൽകുന്ന ഓരോ ഹ്യൂമൻ റൈറ്റും, ഓരോ ഫണ്ടമെന്റൽ റൈറ്റും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ 4 ചുമരുകൾക്കുള്ളിൽ വലിച്ചു കീറപ്പെടുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പറ്റാതെ ഭീഷണിക്ക് അടിമപ്പെട്ട് അവരെല്ലാവരും അവിടെ പേടിച്ചു കഴിയുകയാണ്. അങ്ങനെയുള്ള സഖാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സമരം നടത്തുന്നത്. ഇനിയും നമ്മൾ വരും. എവിടെയാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു സമരം പ്രഖ്യാപിച്ചാൽ, 10 പേര് നേർന്നതെന്ന് ഒരു മുദ്രാവാക്യം വിളിച്ചാൽ, നിങ്ങളൊരു സമരപ്പന്തലിൽ ഇരുന്നാൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഈ രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇവിടെ എത്തിച്ചേരും, നിങ്ങളോടൊപ്പം ചേർന്നിരിക്കും, മുദ്രാവാക്യം വിളിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എത്ര നാൾ കഴിഞ്ഞാലും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ സമരം ചെയ്യുന്നിടത്തോളം കാലം ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷനും നിങ്ങളോടൊപ്പം സമരത്തിനുണ്ടാകും എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ ഇന്ന് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, നിങ്ങളുടെ എല്ലാം തൊഴിലിടങ്ങളിലെ പണി കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകേണ്ടവരാണ്. എന്നാലും ഈ വൈകിയ വേളയിൽ ഇവിടെ വന്നു നിന്ന് ഞങ്ങളെ കേട്ട് ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ തൊഴിലാളി സഖാക്കളോടൊപ്പം ഇവിടെ വന്നു ചേരാൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, ഇതൊക്കെ എല്ലാ സമയവും കാലഘട്ടത്തിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ ഈ നയം, ഈ സ്നേഹം, ഈ കരുതൽ, ഇത് നിങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകണം. ഇനി വരുന്ന ദിവസങ്ങളിലും ഇവരോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് സമരം ചെയ്യേണ്ടതുണ്ട്. ഈ ആർജവത്തോടു കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പണിയെടുക്കുന്ന നമ്മുടെ ബാങ്കുകൾ, നമ്മളുടെ തൊഴിലിടങ്ങൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പോലെ ആകാതിരിക്കാൻ ഇനി അങ്ങനെ വേണം നമുക്ക് സംസാരിക്കാൻ. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ചരിത്രം പഴയതായിപ്പോയി. ഇന്നിപ്പോ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ചരിത്രം. ഒരു ബാങ്ക് എങ്ങനെ പണിയെടുക്കാൻ പാടില്ല, ഒരു തൊഴിലാളിയെ എങ്ങനെ എംപ്ലോയർ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണം ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മാനേജ്മെന്റ്. അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ, അവർക്ക് കൃത്യമായ മറുപടി നൽകാൻ, ഈ രാജ്യത്തെ ഉറങ്ങിക്കിടക്കുന്ന നിയമ സംവിധാനത്തെ ഉയർത്താൻ, ഈ രാജ്യത്ത് ഉറങ്ങിക്കിടക്കുന്ന റെഗുലേറ്റർ എന്ന പേരുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തട്ടി ഉണർത്താൻ, ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല, അവരെ ഉണർത്താൻ ഈ സമരം അത്യാവശ്യമാണ്. നമ്മുടെ വോയിസ് വളരെ അത്യാവശ്യമാണ്. ഈ വോയിസ് ഇനിയും ഉണ്ടാകട്ടെ. ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇവരോടൊപ്പം ചേർന്ന് നിന്ന് പോരാടാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സഖാക്കളെയും ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.